ഇന്ന് നമ്മളൊരു സ്നാക്ക് റെസിപ്പി ആയിട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സമോസയാണ് ഉണ്ടാക്കുന്നത്. സമോസ ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല അല്ലെ. എല്ലാവർക്കും സമോസ നല്ല ഇഷ്ടമായിരിക്കും. പക്ഷെ നമ്മൾ സാധാരണ കടയിലേക്ക് പോകുമ്പോൾ ഉരുളക്കിഴങ്ങിന്റെ ഫില്ലിംഗ് വെച്ചിട്ടുള്ള സമോസയാണ് സാധാരണ നമുക്ക് കിട്ടാറുള്ളത്. പക്ഷെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഓണിയൻ സമോസയാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമ്മൾ സവോളയും മാവിലും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. പിന്നെ ഈ സമോസയുടെ ഷീറ്റ് നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ബാലൻസ് വരുമല്ലോ, അത് വെച്ചിട്ട് നല്ല എരിവുള്ള വേറൊരു സ്നാക്കും കൂടിയിട്ട് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാണ്ട് തന്നെ റെഡി ആക്കിയിട്ട് എടുക്കുന്നത് ഇനി നോക്കാം. നമുക്ക് ഫസ്റ്റ് സമോസയുടെ ഷീറ്റ് ഉണ്ടാക്കാം. അപ്പൊ അത് നമ്മള് മൈദപ്പൊടിയിലാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാനിവിടെ 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ മെഷീൻ കപ്പിലാണ് എടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങൾ മെഷീൻ കപ്പിൽ തന്നെ എടുക്കണമെന്നില്ല കേട്ടോ. അപ്പൊ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിലായിരുന്നാലും മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് നമ്മൾ എന്ത് പൊടിയിലും നമ്മൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വെള്ളം ചേർത്തിട്ട് കുഴച്ചാൽ മതി. അപ്പോൾ ഇതിനകത്ത് ഉപ്പ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ചേർക്കാം. ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർക്കുന്നത്. അതിപ്പോൾ ഏത് ടൈപ്പ് ഓയിലായിരുന്നാലും കുഴപ്പമില്ല. 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഓയിലും ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചിട്ട് എടുക്കില്ലേ, അതേപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതിലേക്ക് ഞാനിവിടെ വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ടാപ്പിലെ വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ ടാപ്പിലെ വെള്ളം നല്ല തണുത്ത വെള്ളമായിരിക്കും. അപ്പോൾ ഞാൻ വെള്ളം പതുക്കെ ഒന്ന് ചൂടാക്കിയിട്ടാണ് ചേർക്കുന്നത്. നല്ല ചൂടുവെള്ളം ചേർക്കരുത് കേട്ടോ. ചെറുതായിട്ട് വാമായിട്ടുള്ള വെള്ളം ചേർക്കുക. ഒരു സമയത്ത് നല്ല ചൂടുവെള്ളം ചേർക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നല്ല ചൂടുവെള്ളം ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൊടി ഭയങ്കര സോഫ്റ്റ് ആവും. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോഴായിരുന്നാലും കുറേ ഓയിൽ കുടിക്കും. അപ്പോൾ ഒരു ഇളം ചൂട് ആ തണുപ്പിൽ നിന്നൊന്ന് മാറാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു 15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അതിൽ കൂടുതൽ സമയം വെച്ചാലും കുഴപ്പമില്ല. ഇപ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാലും കുഴപ്പമില്ല. പിന്നെ കുറേ നേരം വെക്കരുത്. കുറേ നേരം വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാവ് പുളിച്ച് പോകട്ടോ. ഇതിലേക്കുള്ള ഫില്ലിങ് റെഡി ആക്കിയിട്ട് എടുക്കുക. ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് അവലെടുത്തിട്ടുണ്ട്. അതിപ്പോൾ വെള്ള അവല് അല്ലെങ്കിൽ മറ്റേ കളർ അവലുണ്ടല്ലോ, ബ്രൗൺ കളറ് അവലായിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇതിലേക്ക് ഒരു ചെറിയൊരു സവോള നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിരുന്നത് അത്യാവശ്യം നല്ല വലിയ സവോളയായിരുന്നു. അപ്പോൾ ഞാൻ ആ സവോളയുടെ പകുതിയാണ് എടുത്തേക്കുന്നത്. കാരണം ഇതിനകത്ത് സവോളയുണ്ടോ ഏറ്റവും കൂടുതൽ ചേർക്കേണ്ടത്. ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം. പച്ചമുളക് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് എടുത്തേക്കുന്നത്. ഇതേപോലെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ പച്ചമുളക് ഇങ്ങനെ കടിക്കുമ്പോൾ ഭയങ്കര എരിവായിരിക്കുമല്ലോ. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാനിതിലേക്ക് 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. കാരണം കൂടുതൽ ചേർക്കരുത്. ഇത് നമ്മൾ ഇനി ഓയിലിട്ടിട്ട് ഇങ്ങനെ വഴറ്റിയിട്ടൊന്നും എടുക്കണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ച ടേസ്റ്റ് വരുമല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എടുത്തേക്കുന്നത്. ഒരു വലിയ വെളുത്തുള്ളിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടിയിട്ട് ഒന്ന് ഉള്ളി ചതയ്ക്കുന്ന കല്ലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അങ്ങനെ അരച്ച പോലെ എടുത്താൽ മതി. കൂടുതൽ ചേർക്കരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ചെറിയ ജീരകം പൊടിച്ചത് ചേർക്കുക. ചെറിയ ജീരകം പൊടിച്ചതും ഞാനിതിലേക്ക് 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഈ മഞ്ഞൾപ്പൊടി ചേർക്കുക. മഞ്ഞൾപ്പൊടി ഒരുപാട് ചേർക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മഞ്ഞളിൻ്റെ ഭയങ്കര പച്ച ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞാനിവിടെ ഒരു നുള്ള് അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അത്രയ്ക്ക് കുറച്ചും കൂടി ചേർക്കാം. ഒരു 2 നുള്ള്, അതിലും കൂടുതൽ ഒട്ടും ചേർക്കരുത്. മഞ്ഞളുടെ ഭയങ്കര പച്ച ടേസ്റ്റ് വരും. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയും ചേർക്കണം, മുളക് പൊടിയും ചേർക്കണം. മല്ലിപ്പൊടി ഞാനിവിടെ ഫ്രഷായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മണമുണ്ട്. മല്ലിപ്പൊടി ഞാനിതിലേക്ക് 1.25 ടീസ്പൂണാണ് ചേർക്കുന്നത്. ടേബിൾ സ്പൂണിലല്ല കേട്ടോ ചേർത്തത്, ടീസ്പൂണിലാണ് ചേർത്തത്. ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റും മഞ്ഞൾപ്പൊടിയും ഒട്ടും കൂടുതൽ ചേർക്കരുത്. ഇതിലേക്ക് ഞാനിവിടെ ചെറുതായിട്ട് ഒരു പുളിരസം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ നീര് ചേർക്കുന്നുണ്ട്. ഒരു 2-3 തുള്ളി ചേർക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ഉരുളക്കിഴങ്ങും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടിച്ചിട്ട് ചേർക്കാം. ചിലവർക്ക് ഈ സവോളയുടെ അവലിൻ്റെ മാത്രം ടേസ്റ്റ് ആകുമ്പോൾ ചിലപ്പോൾ അത്രയ്ക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ഒരുപാട് ചേർക്കണ്ട, കുറച്ചൊന്നും ചേർക്കാം. അത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. സാധാരണ അങ്ങനെ ചേർക്കാറില്ല, പക്ഷേ അങ്ങനെ ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ കടുക് പൊട്ടിക്കുക താളിക്കുക ഒന്നും ചെയ്യില്ല കേട്ടോ.
ഇത് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സവോളയുടെ ഈ വെള്ളമൊക്കെ ഈ അവലിലേക്ക് നന്നായിട്ട് വരണം. അപ്പോൾ അവല് നല്ല സോഫ്റ്റായിട്ട് വരും. അതേപോലെ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങും റെഡി ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സമോസയുടെ സൈഡ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ ഒന്ന് കുറുക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മൈദ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളം ചേർക്കുക. അത് നല്ല പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക. ഭയങ്കരമായിട്ട് അങ്ങോട്ട് കട്ടയാവാൻ വേണ്ടിയിട്ട് നിൽക്കരുത് കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. എനിക്ക് ചെറുതായിട്ട് കോൾഡ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ സൗണ്ട് അങ്ങോട്ട് അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് വരണില്ല. കാരണം മാവ് ഇരുന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നല്ല കനം കുറച്ചിട്ട് പരത്തിയിട്ട് എടുക്കണം. അപ്പോൾ ഇത് ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ 2 ഉരുളയാക്കിയിട്ടാട്ടോ ഒടിക്കണത്. ഞാൻ അതിൽ നിന്ന് പകുതി മാവ് എടുത്തിട്ടുണ്ട്. ഇത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കുക. അപ്പോൾ മാവ് നമ്മൾ കുഴച്ചിട്ട് എടുക്കുമ്പോഴായിരുന്നാലും ഭയങ്കര ടൈറ്റ് ആക്കിയിട്ട് എടുക്കരുത് കേട്ടോ. കാരണം ഇതേപോലെ ഇങ്ങനെ വേണം. മാവ് ഭയങ്കര ടൈറ്റായിട്ട് വെള്ളം കുറവായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ സമോസയുടെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് അങ്ങനെ എന്താ പറയുക സൈഡ് ചിലപ്പോൾ അങ്ങനെ പൊട്ടിപ്പോവും. സൈഡല്ല എവിടെയെങ്കിലൊക്കെ ഒന്ന് പൊട്ടിപ്പോവും. ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരുന്നിട്ടുണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ ഈ മാവ് ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ആണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഇത് പരത്താൻ വേണ്ടിയിട്ട് പോവാണ്. പരത്താൻ പോണതിന് മുമ്പ് ഇതിങ്ങനെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടി ഒന്ന് വെതറി കൊടുക്കുക. ഇത് നമ്മൾ ഇത്രയ്ക്ക് വലിപ്പത്തിൽ പരത്തൂലോ. അപ്പം അതനുസരിച്ചിട്ട് പൊടി എല്ലായിടത്തേക്കും ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇനി പരത്തിയിട്ടെടുക്കുക. നമ്മുടെ ചപ്പാത്തി കോല് വെച്ചിട്ട് പരത്താം. ഇപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ കറക്റ്റ് ഷേപ്പൊന്നും വേണമെന്നില്ല കേട്ടോ. എന്നാലും അത്യാവശ്യം നല്ലൊരു ഷേപ്പിലേക്കും പരത്തിയിട്ടെടുക്കുക. ഈ സൈഡൊക്കെ ആയിരുന്നാലും നല്ല കനം കുറച്ചിട്ട് പരത്തുക. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ സെൻറ്ററിലേക്ക് ആയിരുന്നാലും ചിലപ്പോൾ കനത്തിലിരിക്കും. അപ്പോൾ നല്ല കനം കുറച്ചിട്ട് പരത്തിയിട്ടുണ്ട്. ഇനി ഇത് ഈ സൈഡ് 4 സൈഡും ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഈ കട്ട് ചെയ്ത് നമ്മൾ എടുക്കണതുണ്ടല്ലോ, ഇത് നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമതും കുഴച്ചിട്ട് ഇതേപോലെ തന്നെ പരത്തിയിട്ട് എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇത് നീക്കി വെച്ചിട്ട് ഇത് മാറ്റി വെച്ചിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഡയമണ്ട് ബിസ്ക്കറ്റ് ഉണ്ടാക്കില്ലേ, അത് നമുക്ക് ഇത് വെച്ചിട്ട് ഡയമണ്ട് ബിസ്ക്കറ്റ് ലാസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഈ കട്ട് ചെയ്യുന്നത് രണ്ടാമത് ഞാനിവിടെ എടുക്കണില്ല കേട്ടോ. കാരണം ചില സമയത്ത് നമ്മൾ ഇതേപോലെ പരത്തിയിട്ട് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് നമുക്ക് കൂടുതൽ കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ഞാനങ്ങോട്ട് നീക്കി വെക്കാണ്. അതിപ്പോൾ ഈ ഡയമണ്ട് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നത് കൊണ്ട് കേട്ടോ ഞാനത് രണ്ടാമത് മിക്സ് ചെയ്തിട്ട് എടുക്കാത്തത്. ഇപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഷീറ്റായിട്ട് കിട്ടിയിട്ടില്ലേ. ഇതിപ്പോൾ കറക്റ്റ് ഒരു നീളവും വീതിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് 2 എണ്ണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റാം. ഇപ്പോൾ നമ്മളൊരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണിൻ്റെ ഒരു 1.25 നീളത്തിലാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീതിയാണെങ്കിലും നമ്മൾ ഒരു ടേബിൾ സ്പൂണിൻ്റെ പിടുത്തുണ്ടല്ലോ, ആ പിടുത്തത്തിൻ്റെ ഒരു 3/4 ഭാഗത്തിൻ്റെ അടുത്ത് വരും അതിൻ്റെ വീതി. ഒരു ഏകദേശം അളവിൽ എടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അളവ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് അങ്ങനെ നോക്കിയിട്ടും കട്ട് ചെയ്യുക. പക്ഷെ നമുക്കിന്നെ കാണുമ്പോൾ അറിയാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ അതിൻ്റെ ഒരു വീതി നീളമൊക്കെ. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഞാനിവിടെ ഇങ്ങനെ കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് 2 സമോസയ്ക്കുള്ള ഷീറ്റാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇത് നല്ല കനം കുറഞ്ഞിട്ടാട്ടോ ഇരിക്കുന്നത്. ഇതേപോലെ ഇങ്ങനെ നല്ല കനം കുറഞ്ഞിട്ട് ഇരിക്കണം. കണ്ടോ, എന്തോരം കനം കുറയ്ക്കാമോ അത്രയ്ക്ക് കനം കുറച്ചിട്ട് പരത്തിയിട്ടെടുക്കുക. കനം കൂടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സമോസ ഉണ്ടാക്കി കഴിഞ്ഞ് വരുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ പരത്തിയിട്ട് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്ക് സമോസ ഷീറ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. വേവാൻ വേണ്ടിയിട്ട് നിൽക്കരുത് കേട്ടോ. 2 സൈഡും തിരിച്ച് മറിച്ചും ഇട്ട വഴിക്കാൻ എടുക്കണം. റെഡി ആയിട്ടുണ്ട്. ഇട്ട വഴിക്കാൻ എടുക്കുക. അല്ലെങ്കിൽ വെന്ത് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് നമുക്ക് ഫോൾഡ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. ഇനി ഓരോ ഷീറ്റ് എടുക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഷീറ്റ് ഇങ്ങനെ വെക്കാം. ഇങ്ങനെ വെച്ചിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷീറ്റിൻ്റെ ഈ നടുഭാഗം ഉണ്ടല്ലോ, നമുക്ക് അറിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ സെൻറ്ററിൽ ഇവിടെയാണ് ഇതിൻ്റെ സെൻറ്റർ വരിക. അപ്പോൾ ആ സെൻറ്റർ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ഈ മൈദയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, ഈ മൈദയുടെ പേസ്റ്റ് ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഈ നമ്മൾ
ഈ ഷീറ്റിനെ സമോസയുടെ ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ മൈദയുടെ പേസ്റ്റ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇവിടെ ഉണ്ടല്ലോ ഈ സൈഡ്, ഈ പേസ്റ്റ് തേച്ച സൈഡല്ല, പേസ്റ്റ് തേക്കാത്ത സൈഡ്, ഇതിൻ്റെ ഈ സെൻറ്റർ വരെ ഉണ്ടല്ലോ, ആ പേസ്റ്റ് തേച്ച് തുടങ്ങിയില്ലേ അവിടെ വരെ വെച്ചിട്ട് അവിടെ ഇതേപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മൈദ തേച്ചേക്കണ സൈഡല്ലോ ഇതെടുത്തിട്ട് ഇപ്പുറത്തേക്ക് ഫോൾഡ് ചെയ്യാം. അപ്പോൾ ഇത് ഇവിടെ ഈ കോർണറിൽ ചെന്നിട്ട് മുട്ടും വേണ്ട. എന്നിട്ട് അവിടെ നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പരത്തിയിട്ട് എടുക്കുമ്പോൾ കനം കൂടുതലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ നമ്മൾ സമോസ വറുത്തെടുത്ത് കഴിഞ്ഞപ്പോൾ ഒട്ടും ക്രിസ്പി അല്ലാണ്ട് ഭയങ്കര തണുത്ത പോലെ ഇരിക്കുകയും ചെയ്യും. എന്നിട്ട് ഈ സൈഡ് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി അവിടെ നമ്മൾ മൈദയുടെ പേസ്റ്റ് തേച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് അങ്ങനെ ഒട്ടിയിരുന്നോളും. നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ഇങ്ങനെ സമോസയുടെ ഷേപ്പിൽ കിട്ടും. ഈ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫില്ലിങ് വെക്കാം. ഇതേപോലെ സ്പൂൺ കൊണ്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നന്നായിട്ട് ഫില്ലിങ് വെക്കുക. ഫില്ലിങ് വരുമ്പോഴാണല്ലോ കഴിക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമ്മൾ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ പൊന്തിയിരിക്കണ ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ മൈദയുടെ പേസ്റ്റ് തേച്ച് കൊടുക്കുക. മൈദ കുറുക്കിയിട്ട് തന്നെ തേക്കണം കേട്ടോ, അപ്പോഴായിരിക്കും ശരിക്കും പിടിച്ചിരിക്കുക. ഇപ്പോൾ നമ്മളതിന് തേച്ചല്ലോ. പിന്നെ ഇതിൻ്റെ അടിയിൽ ഒരു ലെയറും കൂടിയിട്ട് വരുന്നുണ്ട്, അത് കുറച്ച് താണിരിക്കും. അവിടെയും ഇത് അങ്ങനെ പതുക്കെ ഒന്ന് നീക്കിയിട്ട് അവിടെയും നമ്മൾ തേച്ച് കൊടുത്തു. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ലെയർ നമ്മൾ ഓയിലിൽ ഇടുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് വിട്ടുപോരും. ഇവിടേക്ക് താഴ്ത്തിയും കുറച്ച് തേച്ച് കൊടുത്തോ. അല്ലാതെ ശരിക്കും നമുക്ക് ഒട്ടിയിരിക്കണമല്ലോ, അതായത് നമുക്ക് ഓയിലിട്ട് കഴിയുമ്പോൾ പണി കിട്ടും. അപ്പോൾ എല്ലായിടത്തും മൈദയുടെ പേസ്റ്റ് തേച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. നന്നായിട്ടിങ്ങനെ വലിച്ച് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഈ മൂലയ്ക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിവിടെയും മൂല തുറന്നിരിക്കുന്നുണ്ട്, ഇവിടെയും ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ ഇങ്ങനെ ഒട്ടിയിരുന്നോളും. അപ്പം എല്ലാ സൈഡും നന്നായിട്ട് ഒട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സമോസയുടെ ഷേപ്പ് വന്നിട്ടില്ലേ, ഇത് ഇവിടെ കുറച്ച് സൈഡൊന്നും ഒട്ടാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിരുന്നാലും അത്യാവശ്യം നന്നായിട്ട് ഫില്ലിങ്ങും ഉണ്ട്. ഇത് നല്ല കനം കുറച്ചിട്ടാണ് ഞാൻ പരത്തിയിട്ട് എടുത്തത്. പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കനം കുറച്ചിട്ട് തന്നെ പരത്തിയിട്ട് എടുക്കണം, അല്ലെങ്കിൽ സമോസ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ബാക്കിയുള്ളതിൻ്റെ ഉള്ളിലെല്ലാനും ഇതേപോലെ തന്നെ ഫില്ലിങ് വെച്ചിട്ട് റെഡി ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ സമോസ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളകും കൂടിയിട്ട്, പച്ചമുളകും കൂടിയിട്ട് ലാസ്റ്റ് വറുത്ത് ഇതിൻ്റെ കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് അധികം എരിവില്ലാത്തതിന്, തീരെ എരിവില്ല കേട്ടോ, എരിവില്ലാത്ത മുളകാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ കഴുകി എടുത്തിട്ടുണ്ട്. മുളക് എപ്പോഴും നമ്മൾ ഓയിലിട്ടിട്ട് വറുക്കാൻ പോണതിന് മുമ്പ് ഫുള്ളായിട്ടുള്ള മുളകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കീറി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ മേത്തേക്ക് പടക്കം പൊട്ടണ പോലെ, ബോംബ് പൊട്ടണ പോലെ പൊട്ടി നമ്മുടെ മേത്തേക്ക് തെറിക്കും. ഇതേപോലെ ഒന്ന് കീറി കൊടുക്കണം. നമ്മുടെ സമോസ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർക്കുക. അപ്പോൾ സമോസ വറുത്തെടുക്കാനുള്ള ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സമോസ ഓരോന്നായിട്ട് ചേർക്കുക. സമോസ വറുത്തിട്ട് എടുക്കുമ്പോഴായിരുന്നാലും പ്രത്യേകം ശ്രദ്ധിക്കുക, തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ സമോസ ഇടാം. എന്നിട്ട് സമോസ ഒന്ന് പൊന്തി വന്നു കഴിയുമ്പോൾ പിന്നെ തീ നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് വെക്കണം. എന്നാൽ മാത്രമേ ഈ സമോസ നമുക്ക് ശരിക്കും മുരിഞ്ഞ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ മോൾ ഭാഗം പെട്ടെന്ന് അങ്ങോട്ട് മുരിഞ്ഞ് കിട്ടും, ഉള്ളിലേക്ക് ഒന്നും ഒട്ടും മുരിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം ഞാൻ ഇതിലേക്ക് നോക്കട്ടെ കേട്ടോ, ഓയിൽ ചൂടായിട്ടുണ്ടോ നോക്കട്ടെ. മാവിട്ട വഴിക്കാൻ ഓയിലിൻ്റെ അടിയിൽ പോയിട്ടാണ് മുകളിലേക്കാണ് പൊന്തി വരണം. അപ്പോൾ നമ്മുടെ സമോസ നമുക്ക് ഓരോന്നായിട്ട് ചേർക്കാം. നന്നായിട്ട് ഇങ്ങനെ കൊമളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ തീ അത്യാവശ്യം നന്നായിട്ട് കുറച്ച് വെക്കുന്നുണ്ട്. നല്ല കൊമള വന്നിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ. അങ്ങനെ കൊമള വന്നു കഴിയുമ്പോൾ തന്നെ ഒരു ഗോൾഡൻ കളറിലേക്ക് ആവണതിന് മുമ്പ് തന്നെ തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ. ഇനി മറ്റൊരു സൈഡ് തിരിച്ചിടുക. ഇവിടെ വലിയ ബർണറാണ്, അപ്പം ഞാനിവിടെ മീഡിയം ഫ്ലെയിമിനേക്കാളും കുറച്ചും കൂടി ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഓയിൽ ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് തിളച്ചിട്ട് ഇങ്ങനെ പത വന്നുകൊണ്ടിരുന്നാൽ മതി.
തീ അങ്ങനെ ഭയങ്കര കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ പത വരില്ലല്ലോ, അത് അപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഓയിലിന് ഒരു നല്ല ചൂടിൽ എപ്പോഴും നിൽക്കണം. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് തീ കൂട്ടിയും കുറച്ചും വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സമോസ നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് എടുക്കാം. അപ്പോൾ സമോസയൊക്കെ ആയിരുന്നാലും കണ്ടേ, ഇതിൻ്റെ പുറത്ത് നല്ല കൊമളകളൊക്കെ വന്നിട്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് നമ്മുടെ സമോസ ഇരിക്കുന്നത്. നമ്മുടെ മൊരിഞ്ഞ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഓണിയൻ സമോസ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മുളകും കൂടിയിട്ടൊന്ന് വറുത്തിട്ട് എടുക്കാം. ഇനി നമ്മുടെ ഡയമണ്ട് കട്ടിനുള്ളത് വറുത്തിട്ട് എടുക്കുക. ഇതിപ്പോൾ നല്ലൊരു ഗോൾഡൻ കളർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ കളർ ആയി തുടങ്ങിയിട്ടുണ്ട്. സാധാരണ നമ്മൾ ഡയമണ്ട് ബിസ്ക്കറ്റ് പഞ്ചസാരയിൽ വിളയിച്ചിട്ടാണ് എടുക്കുന്നത്. ഇത് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനിതിലേക്ക് പച്ചമുളക് ചേർക്കുന്നുണ്ട്. അത് പഞ്ചസാരയിൽ വിളയിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിൻ്റെ ഉണക്കമുളകും ചേർക്കാം, കറിവേപ്പിലയും ചേർക്കാം, കുറച്ച് മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഓണിയൻ സമോസ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ആ വറുത്തെടുത്തേക്കണ ഈ എരിവുള്ള ഡയമണ്ട് ബിസ്ക്കറ്റും അതും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഇതിൻ്റെ ടെക്സ്ചറിനായിരുന്നാലും ശരിക്കും നമ്മൾ ആ ഡയമണ്ട് ബിസ്ക്കറ്റ് കഴിക്കുന്ന ആ ടേസ്റ്റ് അല്ല കേട്ടോ. ഒരു ബിസ്ക്കറ്റൊക്കെ കഴിക്കുന്ന ഒരു ടെക്സ്ചർ ആയിരിക്കും, നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിനു മുമ്പ് വേറെ ഗോതമ്പ് പൊടിയും പിന്നെ സവോളയും കൂടിയും ചേർത്തിട്ട് ഒരു ഉള്ളിവട പോലെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കുറച്ച് പേരൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ആ ടെക്സ്ചർ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഈ ഡയമണ്ട് ബിസ്ക്കറ്റ് കഴിക്കുമ്പോഴായിട്ട് ഇരിക്കുക. പിന്നെ ഇത് എരിവായതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ശരിക്കും പഞ്ചസാരയിൽ വിളയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ലാസ്റ്റ് ടൈമാണ് പെട്ടെന്ന് വിചാരിച്ചത് ഓക്കെ എരിവില ഉണ്ടാക്കാമെന്ന്. അപ്പോൾ കാരണം ഇതിനകത്ത് ഓൾറെഡി നമ്മൾ മുളക് ഇട്ടിട്ട് വറുത്തല്ലോ ഓയില്, അപ്പോൾ അതിനകത്ത് ഒരു എരിവ് വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ സ്പൈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. സമോസ ആയിരുന്നാലും നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന സമോസയാണ്. അപ്പോൾ സമോസ നിങ്ങൾ കുഴച്ചിട്ട് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്യണം. ഓയിൽ അത്രയ്ക്ക് തന്നെ ചേർക്കണം. മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചിട്ട് എടുക്കണം. മാവും ഭയങ്കര ഡ്രൈ ആയിട്ട് കുഴച്ചിട്ട് എടുക്കരുത്. പിന്നെ നമ്മൾ പാനിൽ വെച്ചിട്ട് ഈ ഷീറ്റ് ചൂടാക്കുന്ന സമയത്തായിരുന്നാലും ജസ്റ്റ് രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി. പിന്നെ ഷീറ്റ് എന്തോരം കനം കുറച്ചിട്ട് പരത്തണോ അത്രയ്ക്ക് കനം കുറച്ചിട്ട് പരത്താം. ഷീറ്റിൻ്റെ കനം കുറയുന്നതനുസരിച്ചിട്ട് നമ്മുടെ സമോസയുടെ ടേസ്റ്റിലും വ്യത്യാസം വരും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. അപ്പോൾ ഈ നാളെ വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം. അപ്പോൾ മിയാ കിച്ചൻ്റെ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിയാ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസുകളൊക്കെ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഈ നാളെ വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം കേട്ടോ.